നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൌട്ട് ഫേസ് പ്ലേ ഓഫ് രണ്ടാം പാദത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് ബെൻഫിക്കയുമായിട്ട് സാന്റിയാഗോ ബെർണാബ്യുവിൽ വെച്ച് ഏറ്റുമുട്ടുകയാണല്ലോ. ആ കളിക്ക് പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഉണ്ടാവില്ല എന്നിപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നു. നമ്മൾ ഇന്നലെ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എംബാപ്പയുടെ കാൽമുട്ടിൽ വേദന അനുഭവപ്പെടുന്നുണ്ട്, അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന്. ഇപ്പോൾ അക്കാര്യം ഒഫീഷ്യലി റയൽ മാഡ്രിഡ് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. ലഭ്യമാകുന്ന വിവരപ്രകാരം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കേണ്ട, പരിക്ക് വെച്ചുകൊണ്ട് കളിക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. ലഭ്യമാവുന്ന വിവരങ്ങൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അടുത്ത മത്സരം ഗെറ്റാഫയ്ക്കെതിരെ മൺഡേ നടക്കുന്ന മത്സരം, ആ മത്സരത്തിൽ എംബാപ്പെ കളിക്കുന്ന കാര്യവും കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് വിവരം. ഏതായാലും ഇപ്പോൾ ഈ കളിക്കായിട്ട് ബെൻഫിക്കയ്ക്കെതിരെയുള്ള കളിക്കായിട്ട് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ടിയാഗോ പിറ്റാർച്ച്, സെസ്ട്രോ, മാനുവൽ ഏഞ്ചൽ, പെലാസിയോസ് എന്നിവരെയൊക്കെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റയലിൻ്റെ സ്ക്വാഡ് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ്. ടീമിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവ, ല്യൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണ്. അതുപോലെ ഡിഫൻസിലുള്ളത് കർവാഹൽ, അലാബ, ട്രെൻഡ്, എസെൻസിയോ, കരേറസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി എന്നിവരാണ്. മധ്യനിരയിലേക്ക് കമവിംഗ, വാൽവർദെ, ഷൂബനി, ആർദ ഗ്യൂളർ, സെസ്ട്രോ, മാനുവൽ ഏഞ്ചൽ, പെലാസിയോസ്, തിയാഗോ. മുന്നേറ്റത്തിലുള്ള വിനി ജൂനിയറും ഗോൺസാലോയും ബ്രാഹിമും മസ്റ്റൻഡൂനോയും. ഏതായാലും ആദ്യപാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് റയൽ മാഡ്രിഡിനുള്ളത്. അതത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഡല്ല, ട്രിക്കി ആയിട്ടുള്ള ലീഡാണ്. ഈ രണ്ടാം പാദത്തിൽ തുടക്കത്തിൽ തന്നെ ഗോൾ അടിച്ച് കളി പൂർണ്ണമായിട്ടും കയ്യിലെടുക്കാനായിരിക്കും റയൽ മാഡ്രിഡ് ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.